ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി വ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് പതിവ് പോലത്തെ ഡേ ഇൻ മൈ ലൈഫ് അല്ല കാണിക്കുന്നത്, ഒരു ബ്യൂട്ടി ടിപ്സാണ്. അപ്പോൾ നമ്മുടെ തക്കാളി കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് 3 സ്റ്റെപ്പേ ഉള്ളൂ. അത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. അപ്പോൾ നമുക്ക് കറുത്ത മുഖക്കാർക്കും ഇരുണ്ട മുഖക്കാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അവർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ എഫക്റ്റാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഗുണമുള്ളതാണ്. പിന്നെ വീട്ടിൽ കിട്ടുന്ന 3 സാധനങ്ങളാണ് നമുക്ക് എല്ലാത്തിനും വേണ്ടത്. അപ്പം തക്കാളി കൊണ്ടുള്ളതെന്ന് പറയുമ്പോൾ തക്കാളി നമ്മുടെ ടാൻ മാറാനുള്ളതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ, ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയി വന്നിട്ട് നമ്മുടെ ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് അതും ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും നല്ല ഗുണമുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും ഫേഷ്യലിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് ശരിക്കും അതിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അത് ഇതുപോലൊരു തക്കാളി നമ്മൾ എടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ. കാണുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ തക്കാളി മുഴുവനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്കിത് 3 സ്റ്റെപ്പിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ തക്കാളി ഫേഷ്യലിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ശകലം നമ്മുടെ മുഖത്തിനാവശ്യമുള്ള കുറച്ച് തക്കാളിയുടെ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പാലും. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ ക്ലെൻസിങ് ആണ്. അപ്പം ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഒരു കോട്ടൺ കൊണ്ട് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം. നമ്മൾ എത്ര സോപ്പിട്ട് മുഖം കഴിയുമെന്ന് പറഞ്ഞാലും ശരി, നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ അതിൽ കോട്ടണിൽ നിറച്ച് ഒരു അഴുക്ക് കിട്ടും. അപ്പോൾ ഈ തക്കാളി ഫേഷ്യൽ നമുക്ക് ഡെയിലി ചെയ്യാം. അപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ അപ്പം കരിവാളിപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് പോകും. ടാൻ മാറാനൊക്കെ ഏറ്റവും നല്ലതല്ലേ തക്കാളിയുടേത്. അപ്പം പിന്നെ അതിൽ കുറച്ച് പാലും കൂടി ആഡ് ചെയ്യണം. അത് റോ മിൽക്കാണോ അല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. കാച്ചിയതോ കാച്ചാത്ത പാലാണെങ്കിലും. നമുക്ക് എല്ലായിടത്തും ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. അത് നമ്മളെ ക്ലെൻസ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. അപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് സ്ക്രബാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ തക്കാളിയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇടേണ്ടത് തൈരാണ്. ഇനി നമുക്ക് വേണ്ടത്
കുറച്ച് ഷുഗറാണ്. അപ്പം ഇത് മൂന്നുമാണ് നമുക്ക് സ്ക്രബിന് വേണ്ടത്. അപ്പം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കൊരു ഫേഷ്യൽ ചെയ്യാനായിട്ട്. എങ്ങും നമുക്ക് പോകണ്ട. അപ്പോൾ എനിക്കൊരു ബോൾ വന്നായിരുന്നു ഇടക്കഥ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയത് ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ ഈ വശമൊക്കെ ശരിക്കും ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ മേശപ്പുറത്തേക്ക് ചെയ്യണതുകൊണ്ട് ഇവിടെയൊക്കെ ആകുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കുള്ള മാറ്റം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ എത്ര നേരം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് ചെയ്താൽ മതി. വായിലൊക്കെ മധുരം ഷുഗർ ഇട്ടേക്കണുണ്ടേ. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യാന്ന് പറഞ്ഞത് സ്ക്രബ് നമ്മളെല്ലാ ദിവസവും ചെയ്യണ കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്ത് പോയി വരുമ്പം എല്ലാ ദിവസവും തക്കാളി ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒരു 3 ദിവസം കൂടി സ്ക്രബ് ചെയ്താൽ മതി. എപ്പോഴും സ്ക്രബ് ചെയ്യണമെന്നില്ലല്ലോ നമുക്ക്. ബാക്കി പാക്കും ക്ലെൻസിങ്ങും ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഹോം മെയ്ഡ് ഇതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലെ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് നമ്മുടെ പാക്ക് ഇടാനുള്ളതാണ്. അതിലോട്ട് നമ്മൾ പാക്കിന് ആവശ്യമുള്ള നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ലേ തക്കാളിയുടെ പൾപ്പ് അതെടുക്കണം. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് ഒരു 3-4 ഡ്രോപ്പ് ഹണി എടുക്കണം. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കുറച്ച് വീറ്റ് ഫ്ലവർ. അതല്ലെങ്കിൽ ഇതില്ലെങ്കിൽ നമുക്ക് കടലപ്പൊടിയോ ഇതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതിനനുസരിച്ച് എടുക്കാം. ഞാൻ പക്ഷേ ഇവിടെ വീറ്റിൻ്റെ ഗോതമ്പ് പൊടി എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത്, നമ്മുടെ പാക്കിനുള്ളതാണ്. കുറച്ച് തൈരും കൂടി വേണം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാക്ക് മൊത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രബിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പാക്കാണ് ഇടേണ്ടത്. ഇപ്പം തന്നെ നമ്മുടെ മുഖം കണ്ടില്ലേ, നല്ലതായിട്ട്
ഒരു നിറമൊക്കെ വെച്ചിട്ടില്ലേ. അപ്പം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പാക്ക് നന്നായിട്ട് നമുക്കൊന്ന് മുഖം മുഴുവനൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മുഖം വെളുക്കുന്നത് എല്ലാം ഉണ്ട്. തക്കാളി ഉണ്ട്, തൈരുണ്ട്, പിന്നെ എന്താ കണ്ണിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഹണിയുണ്ട്, പിന്നെ നമ്മുടെ വീറ്റ് ഫ്ലവറോ അല്ലെങ്കിൽ നമ്മുടെ കടലമാവോ. അപ്പോൾ ശരിക്കും കറുത്ത മുഖത്തിനൊക്കെ ഞാൻ മുഖം ഇരുണ്ട മുഖമാണ്. അപ്പോൾ നമുക്ക് ഈ മുഖത്തിനൊക്കെ ചെയ്താലാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് വെളുത്തവരുടെ മുഖത്ത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ശരിക്കും നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ അങ്ങ് മാറി മുഖത്തിന് നല്ല ഡെയിലി ചെയ്താൽ നല്ല നിറം കിട്ടും. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ആക്കി കൊടുക്കുക. നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരു പിശുക്കും കാണിക്കണ്ട. അപ്പോൾ 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് കാണിച്ചു തരാമേ. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ടേ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിക്കളയാം. അപ്പം ഞാൻ ദേ ഒരു ടവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എഫക്റ്റുള്ളതാണ് കേട്ടോ ഇത്. നമുക്ക് ചെയ്തു നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ. നല്ലതായിട്ട് നമുക്ക് മുഖത്ത് നിറം കിട്ടും. അപ്പോൾ ഇപ്പോൾ കറുത്തവർക്കും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റെമഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് തന്നെ ഇട്ടിട്ട് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്കൊക്കെ വെളുത്ത് പാറണമെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തക്കാളി ഫേഷ്യൽ. എല്ലാവർക്കും ഇഷ്ടമായോ? അത് നല്ല വ്യത്യാസമില്ല എനിക്ക് ഇട്ടിട്ട്. ഇത് നല്ലതായിട്ട് നിറം വച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് തമാശ പറഞ്ഞല്ല കേട്ടോ, നല്ല എഫക്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെൻ്റെ നേരത്തെ മുഖമാണ്. ഇപ്പം എന്ന് നോക്കിക്കേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ കൊണ്ട് ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.